വയനാട് തുരങ്കപാതയ്ക്കരികിൽ യാത്രക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു യുവതി നടത്തുന്ന ചെറു ചായക്കടയുണ്ട്. അവിടെ കിട്ടും കുമ്പിളപ്പം. എടനയില അഥവാ ബേ ലീഫിൽ കുമ്പിളുണ്ടാക്കി അതിൽ ചേരുവ നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന കേരളീയ വിഭവമാണ് കുമ്പിളപ്പം. എടനയിലയെ ചില സ്ഥലങ്ങളിൽ വഴനയില എന്നും പറയുന്നുണ്ട്. മറ്റ് ഇലയടകളിൽ നിന്നും വ്യത്യസ്തമായി ബേ ലീഫിന്റെ പ്രത്യേക രുചിയും മണവും കുമ്പിളപ്പത്തിന് വേറിട്ട സ്വാദ് നൽകുന്നു. ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ ഇലയിൽ പൊതിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായും ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാകട്ടെ ആളുകൾ തേടിയെത്തി വിദേശത്തേക്ക് വരെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ടേസ്റ്റ് കൂടുന്ന ഇതിന്റെ ഈ നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഡിഫറൻറ്റ് വരാൻ കാരണം അതാണ്. ഇലയുടെ ടേസ്റ്റ് ഇങ്ങനെ പാക്കറ്റായിട്ട് കൊണ്ടുവന്ന് വെക്കാണ്. കുത്തിനിട്ടായിട്ട് ഇത്രയും സൈസ് ഉണ്ടാവുന്നില്ലേ? പൊതുവെ സ്പൈസുമായിട്ട് ചെറിയ ഇലകളായിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഗ്രാമമാണല്ലോ, ഇവിടെ ചില വീടുകളിൽ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട്. പക്ഷേ ഇതന്നെയല്ലേ കറാമ്പട്ടയുടെ ഇല? അല്ല കറാമ്പട്ട നമുക്കുണ്ട്. അതിൻ്റെ ഇല കുറച്ചുകൂടി ചെറുതാണ്. കാസിയ എന്ന് പറഞ്ഞതിൻ്റെ ഇലയല്ലേ ഇത്? ഇപ്പം പറഞ്ഞാൽ വെളിയിലോട്ട് പോകുന്നവർ ഓർഡർ തന്നിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇനിയിപ്പം പൊതുവെ ആൾക്കാർ എണ്ണക്കടികൾ വേണ്ടാന്ന് വെക്കുവാണല്ലോ. ഇവിടെ സ്കൂൾസിൽ ഇവിടെ ചെറിയ ബാങ്കുകാരുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവർ കൊണ്ടുവരും 120 അങ്ങനെ കൊണ്ടുവന്നുണ്ട്. ഇത് ആവിയിലാണോ? ആവിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഇത് വരുന്നത് പിന്നെ പഞ്ചസാര ഇല്ല, ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. തുരങ്കപാത നിർമ്മാണം തുടങ്ങുന്ന മറിപ്പുഴ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഈ ബോർഡ് കാണാം. സ്വല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഒരു കുമ്പിളപ്പം കഴിച്ചിട്ട് പോകാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.